നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. കേരളം അടിസ്ഥാന വിവരങ്ങളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലാകെ 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. എത്ര ഗ്രാമപഞ്ചായത്തുകളാണ്? 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഓക്കെ ആണല്ലോ. എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഓക്കെ. എത്ര ജില്ലാ പഞ്ചായത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ 14 ജില്ലാ പഞ്ചായത്താണുള്ളത്. എത്ര ജില്ലാ പഞ്ചായത്തുണ്ട്? 14 ജില്ലാ പഞ്ചായത്താണുള്ളത്. ഓക്കെ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ക്ലിയർ ആയല്ലോ. എത്ര ഗ്രാമപഞ്ചായത്തുണ്ട്? 941. ബ്ലോക്ക് പഞ്ചായത്ത് എത്രയുണ്ട്? 152. ജില്ലാ പഞ്ചായത്ത് 14. ജില്ലാ പഞ്ചായത്ത് ഓർക്കാൻ എളുപ്പമാണല്ലോ. നമുക്ക് 14 ജില്ലകളാണ്. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 14 ഓർത്ത് വയ്ക്കുക. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്? 87 മുനിസിപ്പാലിറ്റി ഉണ്ട്. എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് വെച്ചാൽ 6 കോർപ്പറേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ മറ്റൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 1200 ആണ് കേട്ടോ. 1200. അതെങ്ങനെയാണ് 1200 കിട്ടുന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമായിട്ടുള്ള 941, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണമായിട്ടുള്ള 142, ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണമായിട്ടുള്ള 14, മുനിസിപ്പാലിറ്റികളുടെ എണ്ണമായിട്ടുള്ള 87, കോർപ്പറേഷൻ്റെ എണ്ണം 6. ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയ? 1200 കിട്ടുന്നത്. അപ്പോൾ കേരളത്തിലെ ആകെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എണ്ണം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 1200 ആണ്. 1200 കിട്ടണമെന്ന് ഇങ്ങനെയാണെന്ന് ആലോചിച്ച് വയ്ക്കാം. ഇതിൽ ഈ 1200 ഉൾപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതിന് പുറമേ വരുന്ന കുറച്ച് കാറ്റഗറികളാണ്. എത്ര റവന്യൂ ഡിവിഷൻ ഉണ്ടെന്ന് ചോദിക്കാം. കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷൻ ഉണ്ട്? എത്ര റവന്യൂ ഡിവിഷനുണ്ട്? 27 റവന്യൂ ഡിവിഷനുകളാണുള്ളത്. കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകളാണുള്ളത്? 27 റവന്യൂ ഡിവിഷനുകളാണുള്ളത്. കേരളത്തിൽ എത്ര താലൂക്കുകൾ ഉണ്ടെന്ന് വെച്ചാൽ 78 താലൂക്കുകളാണുള്ളത് കേട്ടോ. അവസാനമായിട്ട് കൂടിച്ചേർത്ത താലൂക്ക് അട്ടപ്പാടിയാണ്. അപ്പോൾ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. റവന്യൂ ഡിവിഷൻ 27, താലൂക്കുകൾ 78. എത്ര കൻറ്റോൺമെൻ്റ് ഉണ്ട്? ഒരു കൻറ്റോൺമെൻ്റ് ആണുള്ളത്, കണ്ണൂരാണ്. നമ്മുടെ നിലവിലെ കൻറ്റോൺമെൻറ്റ് ഏതാണ്? കണ്ണൂരാണ്. ഓക്കെ. കോർപ്പറേഷൻ 6 കോർപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് 6 കോർപ്പറേഷനുകൾ? തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ എന്നിവയാണ് 6 കോർപ്പറേഷനുകൾ. ഓക്കെ. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ എന്നിവയാണ് 6 കോർപ്പറേഷൻ എന്ന് പറയും. 6 കോർപ്പറേഷനുകളാണുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ എന്നിവയാണത്. ആദ്യത്തെ കോർപ്പറേഷൻ ഏതായിരുന്നു? തിരുവനന്തപുരമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. അവസാനം രൂപം കൊണ്ട കോർപ്പറേഷനാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണൂർ 2015 വരുന്നത്. ഓക്കെ. കണ്ണൂരിനെ കോർപ്പറേഷനായിട്ട് അംഗീകരിക്കുന്നത് എന്നാണ്? 2015. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയാത്തത്. സംഖ്യകളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഒരു 5-6 തവണ സ്ഥിരമായിട്ട് വായിക്കുവാണെങ്കിൽ നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരത്തില്ല. അത് പിന്നെ മനസ്സിൽ പതിഞ്ഞോളൂ. കേരളത്തിലെ റവന്യൂ വില്ലേജുകൾ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ നിലവിൽ 1666 റവന്യൂ വില്ലേജുകളാണുള്ളത് കേട്ടോ. റവന്യൂ വില്ലേജുകൾ നിങ്ങൾ എപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ 1666 റവന്യൂ വില്ലേജുകളാണ് കേരളത്തിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ റവന്യൂ ഡിവിഷൻ 27, റവന്യൂ വില്ലേജ് 1666. താലൂക്കുകൾ എത്രയാണ്? 78. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ? കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ അംഗങ്ങളുമാണ്. മുമ്പ് 141 നിയമസഭാ അംഗങ്ങളുണ്ടായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യനൊക്കെ ഉണ്ടായിരുന്നു. അത് 104ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ രണ്ടും തുല്യ എണ്ണം തന്നെയാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെയും നിയമസഭാ അംഗങ്ങളുടെയും എണ്ണം എത്ര തന്നെയാണ്? 140 തന്നെയാണ്. ഓക്കെ. ഇനി നിയമസഭാ മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങളുണ്ട്. നിയമസഭാ മണ്ഡലങ്ങൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അത് 16 എണ്ണമാണ്. എത്രയാണ്? 16 എണ്ണം. രണ്ടും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 16 എണ്ണമാണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ. എന്നാൽ
പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അത് 14 എണ്ണമാണ്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ അപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെ 14 + 2 16 പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. സെപ്പറേറ്റ് ചോദിക്കുവാണെങ്കിൽ പട്ടികജാതി സംവരണ മണ്ഡലം 14ഉം പട്ടികവർഗ സംവരണ മണ്ഡലം 2ഉമാണ്. ഏതൊക്കെയാണ് നിയമസഭാ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ? 2 എണ്ണം മാത്രം ഉള്ളതുകൊണ്ട് അത് PSC അത് മാത്രം ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്ന 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് കേരള നിയമസഭാ മണ്ഡലങ്ങളിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20ആണ്. ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20ആണ്. അവയിൽ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണ് ഉള്ളത്. സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത്? 2 എണ്ണം. ആലത്തൂർ, മാവേലിക്കര എന്നിവയാണ് സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ലോകസഭാ മണ്ഡലങ്ങളിൽ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2 എണ്ണമാണ്. ആലത്തൂർ, മാവേലിക്കര. അപ്പോൾ ഈ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ആലത്തൂരും മാവേലിക്കരയും തമ്മിൽ മാറിപ്പോവരുത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി വരുന്നത് നിയമസഭാ സംവരണ മണ്ഡലങ്ങളാണ്. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ വരുന്നത് ആലത്തൂർ, മാവേലിക്കര എന്നിവയാണ്. ഓക്കെ. അപ്പം നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോകസഭാ മണ്ഡലങ്ങൾ 20. ഇത്രയാണല്ലോ പറഞ്ഞത്. ഇനി രാജ്യസഭാ സീറ്റുകൾ എത്രയാണെന്ന് വെച്ചാൽ അത് 9 എണ്ണമാണ്. കേരളത്തിൻ്റെ രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 എണ്ണമാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ചെറിയ ജില്ല ആലപ്പുഴയാണ് കേട്ടോ. ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കാസർഗോഡാണ്. ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? കാസർഗോഡാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ്. ഏറ്റവും ചെറിയ താലൂക്ക് ഏതെന്ന് വെച്ചാൽ കുന്നത്തൂർ താലൂക്കാണ്. ഏതാണ്? കുന്നത്തൂർ താലൂക്ക്. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണ് കുമളി. ഏതാണ്? കുമളി. ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളിയാണ്. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ചെറിയ ജില്ല ആലപ്പുഴ, ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ, ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ് കേട്ടോ. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? തിരുവനന്തപുരമാണ്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ മല്ലപ്പള്ളിയാണ് കേട്ടോ. മല്ലപ്പള്ളി. ജനസംഖ്യ കൂടിയ താലൂക്ക് തിരുവനന്തപുരം, ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? ജനസാന്ദ്രത കൂടിയ ജില്ലയും തിരുവനന്തപുരമാണ് കേട്ടോ. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ഓക്കെ. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി. ഓക്കെ. അപ്പോൾ ജനസംഖ്യ കൂടുതൽ മലപ്പുറം, ജനസംഖ്യ കുറവ് വയനാട്. ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസാന്ദ്രത കുറവ് ഇടുക്കി. ഓക്കെ. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ജനസംഖ്യ കൂടുതലും ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലും ഏത് ജില്ലയിൽ തന്നെയാണ്? മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഒരു ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? പത്തനംതിട്ട ജില്ല. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള ജില്ല ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് പത്തനംതിട്ടയാണ്. സാക്ഷരതാ നിരക്ക് കുറവുള്ള ജില്ല പാലക്കാടാണ്. സാക്ഷരതാ നിരക്ക് കുറവുള്ള ജില്ല പാലക്കാടാണ്. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞേ? ഏതാ? ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാ? തിരുവനന്തപുരം. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, കുറവ് വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, കുറവ് ഇടുക്കി. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം, കുറവ് പത്തനംതിട്ട. സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ, കുറവ് ഇടുക്കി. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല പാലക്കാട്. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല പാലക്കാടാണ്.
ഓക്കെ. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏതാണ്? അത് വയനാടാണ്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏതാണ്? വയനാടാണ്. പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? വയനാടാണ് കേട്ടോ. പട്ടികവർഗ്ഗക്കാർ കൂടുതൽ എവിടെയാണ്? വയനാട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. പട്ടികവർഗ്ഗം വയനാട്. ഓക്കെ, പട്ടികവർഗ്ഗമാണ് വയനാട് കൂടുതലെന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്? പട്ടികജാതിക്കാർ വയനാട് കുറവാണ്. രണ്ടും ഒരു ജില്ലയുടെ കാര്യത്തിൽ മാത്രം രണ്ട് ഓപ്പോസിറ്റ് വരുന്നുണ്ടെന്ന് ആലോചിച്ച് വെച്ചേക്കുക. പട്ടികവർഗ്ഗം കൂടുതൽ വയനാട്, പട്ടികവർഗ്ഗം കൂടുതൽ വയനാട്. അങ്ങനെയാണെങ്കിൽ പട്ടികജാതി കുറവ് എവിടെയായിരിക്കും? വയനാടായിരിക്കും. പട്ടികജാതി കൂടുതൽ പാലക്കാട്, പട്ടികവർഗ്ഗം കുറവ് ആലപ്പുഴയാണ്. പട്ടികവർഗ്ഗം കൂടുതൽ വയനാടും കുറവ് ആലപ്പുഴയുമാണ്. ഓക്കെ. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. കടൽത്തീരം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം. ഓക്കെ. കടൽത്തീര ദൈർഘ്യത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴ. കടൽത്തീര ദൈർഘ്യത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. PSC ഇടയ്ക്ക് കടൽത്തീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിന്ന് കുറവിലേക്കുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ളത് കണ്ണൂരാണ്. അതിനുശേഷം ആലപ്പുഴ, പിന്നെ തിരുവനന്തപുരം, കോഴിക്കോട്. ആ ക്രമത്തിലാണ് പോകുന്നത് കേട്ടോ. ആദ്യത്തെ 4 സ്ഥാനങ്ങളിലുള്ള ജില്ലകളൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. കണ്ണൂർ, ആലപ്പുഴ, തിരുവനന്തപുരം, കോഴിക്കോട് എന്ന ക്രമത്തിലാണ് കടൽത്തീര ദൈർഘ്യം പോകുന്നത്. കടൽത്തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? നമ്മൾ കടയിലെ പാവയ്ക്ക് ഇടിപത്ത് കിട്ടി എന്ന് പറഞ്ഞൊരു കോഡൊക്കെ ഉണ്ട്. കടയിലെ പാവയ്ക്ക് ഇടിപത്ത് കിട്ടി. കടയിലെ കടൽത്തീരം ഇല്ലാത്തത് എന്നുള്ള രീതിക്കാണ് പാലക്കാട്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. പാവയ്ക്ക് അതിൽ പാലക്കാട്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇത്രയും രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. 5 ജില്ലകളേ ഉള്ളൂ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളായിട്ട് വരുന്നത്. കടൽത്തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കോട്ടയം ജില്ലയാണ്. കടൽത്തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ ജില്ല ഏതാണെന്ന് വെച്ചാൽ ഏത് ജില്ലയാണ്? അത് കോട്ടയം ജില്ലയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട്? തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും. നമ്മൾ ജനസംഖ്യ കൂടിയ താലൂക്കും ജനസംഖ്യ കൂടിയ ജില്ലയും ഒക്കെ പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. ഒളവണ്ണ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ കുറേ ഫാക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കുക. മനസ്സിലിത് ഓരോ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിക്കും. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.